മലപ്പുറം വണ്ടൂരിൽ UDF സ്ഥാനാർത്ഥിയായ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഡോക്ടർ ശശി തരൂർ MPക്ക് നേരെ കയ്യേറ്റ ശ്രമം. ശശി തരൂരിന്റെ ഗൺമാന് പരിക്കേറ്റു. ചാറ്റുവിത്ത് തരൂർ പരിപാടിക്ക് എത്തിയതായിരുന്നു അദ്ദേഹം. കാറിലെത്തിയ സംഘമാണ് ആക്രമിച്ചത്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 3 പേർ കസ്റ്റഡിയിലായതായി വിവരമുണ്ട്. ശശി തരൂരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് AP അനിൽകുമാർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ആക്രമണത്തിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്നും വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ അനിൽകുമാർ പറഞ്ഞു. നടുറോഡിൽ വെച്ച് എന്തുമാകാമെന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നു എന്ന നിലയിലാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നും അനിൽകുമാർ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹം കോൺഗ്രസോ അല്ലെങ്കിൽ UDFന്റെ മാത്രമല്ല മറ്റ് എല്ലാ മേഖലയിലും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കാരണത്ത് ഇരിക്കുന്നു, അത് ഇവര് കാണുന്നു, അവരത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് യഥാർത്ഥത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കണം എന്ന് തന്നെ തോന്നുന്നു. അല്ലെങ്കിൽ ബോധപൂർവ്വം പൊളിറ്റിക്കലായിട്ട് എന്തെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടായിരിക്കണം, എന്തെങ്കിലും ഇന്റൻഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ നോർമലി നമ്മൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിൽ പോലും വാഹനത്തിൽ നേതാക്കൾ വന്നു കഴിഞ്ഞാൽ പോവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു കൾച്ചറാണ് പൊതുവെ കേരളത്തിലുള്ളത്. അതല്ല, നേതാക്കൾ വരുമ്പോൾ നമ്മുടെ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കിയിട്ട് അവരെ തടഞ്ഞിടുന്ന കൾച്ചർ നമുക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നടുറോഡിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കായാലും നേതാക്കൾക്കായാലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കീഴ്വഴക്കമായി മാറുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ശക്തമായ നടപടി, ആരാണ് എന്താണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് നോക്കാതെ അതിലെ പ്രതികൾ ആരാണ് അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത്, ഞാൻ അതിന് ശേഷം എന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം വണ്ടൂരിലേക്ക് വരുന്ന വഴിയാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോഗ്രാം കഴിഞ്ഞ് പോയ ഉടനെ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അവർ വളരെ ശക്തമായ നിലപാടെടുക്കും എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഏത് രീതിയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി നടപ്പാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ശക്തമായ നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.